പണ്ടൊക്കെ ഈ ഉസ്താദന്മാർ ക്ലാസ് എടുക്കുമ്പോൾ പറയും ഇന്നതാത്തുൽ അർബഅ് ആണ് കേട്ടോ പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നോടത്ത് ഇന്നത്, ഇന്നപ്പം ഇന്നത്, ഇന്നത് കൊണ്ട് ഇന്നത്, ഇന്നോലോട് ഇന്നത് ഒക്കെ ഒരു ഇന്നത് കൊണ്ട് തുടങ്ങിയിട്ടുള്ള പരിപാടിയാണ്. ഇത് ഒരു മനുഷ്യനാകുമ്പോൾ ഉണ്ടായിരിക്കണം എന്ന് ഉസ്താദുമാർ സാധാരണ പറയാറുണ്ട്. നമ്മൾ കേൾക്കുന്നൊരു പരിപാടിയാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഇന്ന് നമ്മളെ പമ്പൈസിൻ്റെ ഒരു പ്രസംഗം കേട്ടു. പമ്പൈസ് പേരോട് ഉസ്താദിൻ്റെ തന്തക്ക വിളിക്കണത്. പേരോട് ഉസ്താദിൻ്റെ തന്തക്ക് പേരോട് എന്തൊക്കെയാ പറയണത്. ഇവരൊക്കെ മുസ്ലിമിൻ്റെ പേര് വെച്ച് മുസ്ലിയാക്കന്മാരവിടെ നിൽക്കട്ടെ, ഔലിയാക്കന്മാരെ പദവി അവിടെ നിൽക്കട്ടെ, മശായിഖന്മാരെ പദവിയൊക്കെ അവിടെ നിൽക്കട്ടെ, ഇവരൊക്കെ മനുഷ്യരാണോ? ഈ പമ്പൈസൊക്കെ എന്താണ് ഇവൻ ഈ പറയുന്നത്? എന്താണ് ഇവൻ ഈ പറയുന്നത്? നിങ്ങളൊന്ന് കേട്ട് നോക്കി സുഹൃത്തുക്കളെ. ഇവനൊക്കെ എന്ത് ജാതി, എന്ത് വർഗാണ്? ഒന്ന് ചിന്തിച്ചു നോക്കി. ഇവനാത്തര ത്വരീക്കത്തിൻ്റെയും മശായിഖന്മാരുടെയും പിന്നിൽ ആരെങ്കിലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഹൃത്തുക്കളെ, ഈ ഹഴവാൻ നിൽക്കുന്ന പ്രസ്ഥാനത്തിനോട് കൂടെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ നോക്കിക്കോളി. അത് നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളെ തടിക്ക് നല്ലതാണ്. കുട്ടി അവിടെ നിൽക്കട്ടെ, പേരോട്ട തന്തന്റെ വർത്താനം തീരുമാനാക്ക്. ഇതെല്ലാം മനസ്സിലാക്കണ്ടേ നിങ്ങൾ? ഈ ഹഴവാൻ പറയുന്നത് കേട്ടില്ല നിങ്ങൾ? ഇത്തര വൃത്തികെട്ടവനാണ് ഇവനൊക്കെ. മഹാന്മാർ ഇങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് ഹറമൈനി ഇമാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ, ഒരു പണ്ഡിതനെ ഇങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ അവൻ്റെ ജീവിതം ഒന്ന് പരിശോധിക്കണം, അവൻ്റെ ജനനം ഒന്ന് പരിശോധിക്കണം. ഓൻ ഒന്നിരിക്കൽ വേലിയാടി ഉണ്ടായ ആളായിരിക്കും, അതല്ലെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് ബന്ധപ്പെട്ടുണ്ടായ ആളായിരിക്കും. ഈ രണ്ട് രൂപത്തിൽ ഉണ്ടായ ഒരാൾക്കേ ഒരു പണ്ഡിതനെ ഈ രൂപത്തിൽ പറയാൻ കഴിയുകയുള്ളൂ എന്ന് ഇമാം ഹറമൈനിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പം നമ്മൾ ഇവൻ്റെ ജനനത്തിൽ സംശയിക്കുകയാണ്. ഇവൻ്റെ ജനനം സംശയിക്കേണ്ടി വരികയാണ്. അങ്ങനത്തെ വാക്കുകളാണ് ഇവനും നൗഷാദും അങ്ങനെ തന്നെ, രണ്ടും കണക്കാണ്. കുഞ്ഞഹമ്മദ് അയിലാറെ വെറും തെറിയൂര് എന്നായി മാറി. തൊഴിയൂരല്ല, തെറിയൂര്. അല്ലാഹു തആല ഓനെ അതങ്ങനെ ചെറിയ ലഫ്ലുകളെ കൊണ്ട് മാറ്റേണ്ടി മാത്രം വന്നു, അത്രേ ഉള്ളൂ. എന്താ പോയി പറയണത്? അപ്പം പകരത്തിന് പകരം എന്ന് പറഞ്ഞതുപോലെ എണിപ്പോൾ ചെയ്യണത്. ആരാ പേരോടുസ്താ ഇവരെന്തേലും പറഞ്ഞു? പേരോടുസ്താദോ അതല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ഇവരെ പറയുന്നുണ്ടോ? ഇവരെ പറയുന്നത് ഞങ്ങളെപ്പോലത്തെ 2-3 ആളുകൾ യൂട്യൂബിലിരുന്ന് അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ എന്തെങ്കിലും പറയുന്നതിനാണ് ഈ ഹംക്കുകൾ സ്റ്റേജും കെട്ടിയിട്ട് ഉസ്താദുമാരെ പറയുന്നത്, വലിയ വലിയ ഉസ്താദുമാരെ പറയുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണ്. നമ്മൾ ഒരു തലി കെട്ടിക്കാണ്ട് വല്ലാത്തൊരു വിഷയമല്ലേ. ഇപ്പോൾ ഒരു കുട്ടീനെ ഞാൻ മദ്രസന്ന് തച്ചാൽ, ആ കുട്ടീനെ മദ്രസന്ന് തല്ലലോട് കൂടെ ആ കുട്ടീൻ്റെ രക്ഷിതാവ് വന്നിട്ട് എന്നെ കൽബേന്ന് വിളിച്ചാൽ, ഒറ്റ വട്ടം വിളിച്ചു, 10,000 വട്ടം വിളിച്ചു, നായേന്ന് പറഞ്ഞിട്ട് 10,000 വട്ടം വന്ന് വിളിച്ചാൽ, ഞാനൊരൊറ്റ പ്രാവശ്യം അങ്ങോട്ട് തിരിച്ച് നായേന്ന് വിളിച്ചാൽ ആ 10,000 വട്ടം വിളിച്ച നായക്കാ പവറ് ഞാൻ തിരിച്ചൊരൊറ്റ പ്രാവശ്യം വിളിച്ച നായക്കാ പവറ് കാരണം എന്താ? എൻ്റെ വേഷം അങ്ങനത്തെ വേഷം. ആ വേഷത്തിനോടനുബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലുള്ളൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. എന്നാലും ജനങ്ങൾ അറിയുമ്പോൾ എന്താ പറയുക? ആ ചെങ്ങായ മൂല്യനെ വന്നിട്ട് ഒരു പാടുവട്ടം നായെന്ന് വിളിച്ചു. അയാൾ ഒറ്റ വട്ടം വിളിച്ചിട്ടുള്ളൂ. ഒരു വട്ടം വിളിച്ചോ? അതോടെ കഴിഞ്ഞ്. ഒരു വട്ടം വിളിച്ചാലും
അയാളെന്നാലും അങ്ങനെ വിളിക്കാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ലായിരുന്നു. അയാളെന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന മറുപടി. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ തന്നെ ആയിരിക്കണം. എന്താണ് ഇപ്പോൾ ഇവനൊക്കെ ഈ പറയണങ്ങൾ കേട്ടില്ലേ? എന്നാലോ ഇവൻ തന്നെ അതിന് വേറെ മറുപടി പറയുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ മഷായിഹന്മാരുടെ മേലിൽ കുതിര കയറാന്ന് ഇഹംക്കനെ പറയുന്നതാണെന്ന് കേട്ടോ കണിഞ്ഞ്. ഇത് ഇന്ന് അങ്ങനെയല്ല. ആരാ എന്താ ഒന്നും നോട്ടല്ല. ആർക്കും ഏത് ചെറിയ കുട്ടി മഷായിഹന്മാരുടെ മേൽ കുതിര കയറാണ്. മടവൂർ ഷെയ്ഖ് ഒരു മജ്ദൂബായിരുന്നു എന്നല്ലേ പുതിയതായി നമ്മൾ ചില ആളുകൾ പഠിപ്പിക്കുന്നത്. മടവൂർ ഷെയ്ഖ് മജ്ദൂബായിരുന്നു എന്നുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ഒരു അമരക്കാരൻ ഉണ്ടായിരുന്നു, ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, ചെറുശ്ശേരി ഉസ്താദ് എന്ന് പറയും. അദ്ദേഹമാണ് പറഞ്ഞത് CM ഒരു മജ്ദൂബായ വലിയായിരുന്നു എന്നുള്ളത്. അത് വേറൊരു വിഷയം. പക്ഷെ ഇവിടെ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലെങ്കിൽ ആരാ എന്താ എന്നൊന്നും നോട്ടല്ല. ഇവൻ്റെ വർത്തമാനം കേട്ട ചെറുശ്ശേരി ഉസ്താദിൻ്റെയും മുന്നേ ഇവൻ ജനിച്ച് വളർന്നു പോയ ആളാണ്. ഇവൻ്റെ വർത്തമാനം കേട്ടാ തോന്നിപ്പോവുക. എന്താ ഇപ്പം ഇവനൊക്കെ ലെവല്? അതാ പറഞ്ഞത് കൂട്ടരെ, ഈ കൗമിനെ നമ്മൾ കുടിക്കണ വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റൂല, അറിയില്ലേ? ഇന്ന് കുടിക്കണ വെള്ളത്തിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കൗം അള്ളാന്റെ ഉലകത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കുരുവട്ടൂരികളായ ഈ വൃത്തികെട്ടവന്മാരാണ് എന്ന് പറയുന്ന വിഷയത്തിൽ ഖേദമുണ്ട്. നമുക്ക് ആശയത്തിന് ആശയം കൊണ്ട് പറയാം, തമാശയെ തമാശ രൂപത്തിൽ നമുക്ക് ചിത്രീകരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് ഗൗരവം ഉണ്ടാവും. അത് വേദനയോടുള്ള ഗൗരവമാണ്. പേരോട് ഉസ്താദിൻ്റെ തന്തക്ക് വിളിക്കാൻ ഇവൻ ഏത് ജന്മത്തിൽ ജനിച്ചോനാ? ഇവൻ്റെയൊക്കെ ജനനം ഒന്ന് പരിശോധിക്കണ്ടേ? ശരിക്കും പരിശോധിക്കണ്ടേ? DNA ടെസ്റ്റ് നടത്തേണ്ടി വരില്ലേ? എന്നാൽ തന്നെ തിരിച്ചറിയവനൊക്കെ ഇത്രമാത്രം പറയുന്നത് ഒരു നല്ല ജനനം ഇവർക്കില്ല, നല്ല ജന്മം ഇവർക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ രൂപത്തിലുള്ള പണ്ഡിതന്മാരെ ഈ കോലത്തിലൊന്നും ഇവരൊക്കെ പറയാൻ സാധിക്കൂല കൂട്ടരെ, സാധിക്കൂല. ഒരാളും ഈ രൂപത്തിൽ പറയൂല. നമ്മൾ ഇവരുടെ വീഡിയോ എടുത്തിട്ട് പല രസകരമായിക്കൊണ്ട് നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. അത് ഞാൻ അവതരിപ്പിക്കുമ്പോൾ സമതും ഞാനും ഒരേ പ്രായതുല്യരാണ്, നൗഷാദും ഞാനും പ്രായതുല്യരാണ്. അതേമാതിരി കുഞ്ഞേമതാണെങ്കിലും ഒക്കെ ഒരേ കടക്കാരാണ്. ഇനി കോമാട്ടുചാലിൽ അബ്ദുള്ളയാണെങ്കിലും ഏതാണ്ടൊക്കെ നമ്മളെ താഴേക്കാരൻ വയസ്സിന് മനസ്സിലാക്കുന്നത് ഈ രൂപത്തിലുള്ള ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ പറയുന്നത് ആരെയാണ്? നമ്മളൊക്കെ ഒരു ജനിക്കുന്നതിൻ്റെ മുമ്പ് സുന്നത്ത് ജമാഅത്തിന് മാത്രം ഇവിടെ ജീവിച്ച് അതിലൂടെ മാത്രം പോകുന്ന പണ്ഡിതന്മാരെ ഈ രൂപത്തിലൊക്കെ ഇവർക്ക് പറയാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇവരുടെ തൊലിക്കട്ടി കണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയൊക്കെ നാണിച്ചു പോകും എന്നാണ് തോന്നുന്നത്. ഏതായാലും പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. ഇവരുടെ ഈ കുരുവട്ടൂരികളുടെ ഷെറിൽ ആരും പെട്ടുപോകരുത് എൻ്റെ മക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കാരണം ഇപ്പോൾ ഇന്നലെ നൗഷാദിന് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലേ നൗഷാദ്? പല സമയത്തായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നല്ലോ. വിളിച്ചിട്ടെന്തോ പറയണത് ഓരോരുത്തർ വിളിച്ചതും നമ്മളടുത്തുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചത് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളതൊന്നും ഇടാത്തത് അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടാൽ മതി ഇടണ്ട കേട്ടോ. അതുകൊണ്ട് മാത്രം എത്ര ആൾക്കാരടുത്ത് നിന്നാണ് കാശ് കടം വാങ്ങിക്കണം അറിയുമോ? കണ്ണൂർക്കാരനായ ഒരു ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങിയിട്ട് നൗഷാദ് നല്ല ഇത് വർത്താനം പറഞ്ഞുകൊണ്ട് കാശ് കടം വാങ്ങി ഇതുവരെ കൊടുത്തിട്ടില്ല. മാണൂരുള്ള ഒരു ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് 50,000 റുപ്യ കടം വാങ്ങിയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ വേറെ ഒതുക്കങ്ങളുള്ള ഒരു ചങ്ങായിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങിയിട്ട് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ പല ആളുകളും ഇവർ കടം വാങ്ങി കൊടുക്കാത്ത കേസും പറഞ്ഞ് വിളിച്ചിരുന്നു. എൻ്റെ അടുത്ത് റെക്കോർഡുകളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിടും ചെയ്യാം, അവരുടെ സമ്മതമുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വിചാരിച്ചിട്ട്. അല്ലാതെ തന്നെ ബലം എല്ലാവർക്കും അറിയാം.
അല്ലാതെ തന്നെ ഇവരെ എല്ലാവർക്കും ഒരേ കള്ളന്മാരാണെന്നുള്ളത് വേറെ വിഷയം. പക്ഷെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ വല്ലാത്ത ഖേദം, വീഡിയോയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ഈ പേരോട് ഉസ്താദിനെ ഈ വൃത്തികെട്ടവൻ പറയുന്നത് കേട്ടപ്പോൾ ഒരു സങ്കടം തോന്നിപ്പോയി. ഇന്നലെ കേട്ടിട്ടുണ്ടത്. കേട്ടപ്പോൾ ഞാനതിന് മറുപടി അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കേൾക്കാൻ തീരെ രസം ഉണ്ടാവില്ല, പറ്റത്തറായി പോകുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഞാൻ പറയാതിരുന്നത്. ആയതുകൊണ്ട് വളരെയധികം ജാഗ്രത പാലിക്കണം സുന്നത്തെ ജമാഅത്തിൻ്റെ മക്കൾ, വളരെയധികം ജാഗ്രത പാലിക്കണം. ഇവരുടെ സദസ്സിലോ സ്റ്റേജിലോ പോകാൻ ആരും ശ്രമിക്കരുത്, ഒരാളും ശ്രമിക്കരുത്. കാരണം അൽഹംദുലില്ലാഹ് ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ, ഒരുപാട് ആളുകൾ പിന്നെ അവിടുന്ന് പറഞ്ഞു ആളുകളൊക്കെ വളരെ കുറഞ്ഞു പോയി. പല ആളുകളും ഉസ്താദെ സ്ഥിരമായിട്ട് പങ്കെടുക്കലുണ്ടായിരുന്നു, ഞാൻ അപ്പം അതിന് പോകലില്ല, ആ വൈക്ക് പോക്കില്ല. അയാളുടെ ആ പരിപാടി കേൾക്കാൻ താല്പര്യമല്ല, അവൻ എന്നുള്ളിടത്തേക്ക് അവരെത്തിയിട്ടില്ല, എത്തും. അയാളുടെ ആ പരിപാടി കേൾക്കാൻ താല്പര്യമല്ല എന്നുള്ളിടത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയും കൂടി 2 ദിവസം കൊണ്ട് റെഡിയാവും. അങ്ങനെ ഒരുപാട് ആളുകൾ ഇവരുടെ ആ പിന്നെ ആലയത്തിൽ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ ഈ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ ആ വരവ് നല്ലൊരു വരവായിരുന്നു. 2008-2009 കാലഘട്ടങ്ങളിലുള്ള ആ വരവ് നല്ലൊരു വരവായിരുന്നു. പക്ഷേ അന്ന് പ്രാർത്ഥിച്ചത് ഫലിക്കും ചെയ്തിരുന്നു. നോളേജ് സിറ്റിയെ സംബന്ധിച്ചൊക്കെ പറഞ്ഞിരുന്നു, ഫലിക്കും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ കോലം മാറി, ഇപ്പോൾ രൂപം മാറി. ഗ്ലോബൽ വില്ലേജിൽ പോയതോടുകൂടെ കോലം മാറി, എല്ലാം മാറി. അത് ദീനിന് എതിരായ രൂപത്തിലൂടെയായി നീക്ക് ഇൻഷാ അല്ലാഹ്. ഇവരൊക്കെ അല്ലാഹു തആല തന്നെ തുടച്ചു മാറ്റിക്കോളും, നമ്മളാരും തുടച്ചു മാറ്റണ്ട. പക്ഷേ നമ്മളാരും പോയി പെടണ്ട എന്ന് ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നത്. അവനാൻ ചെയ്യുന്നതിലേക്കും ദീനക്കും വലിയ ദീൻ പറഞ്ഞിട്ട് നടക്കുക. ഇതുപോലത്തെ വണ്ടിയും വലിയിലൊന്നും പോയിട്ട് ചാടാൻ ആരും നിൽക്കണ്ട. ആദ്യം തന്നെ പെട്ട് കഴിഞ്ഞാൽ പെട്ട് തന്നെ ആയിരിക്കും. ഇപ്പം കണ്ട വയനാട് ഒരു മരിച്ചോടത്ത് പെരുന്തല്ല് 40 അന്ന് ഈ നൗഷാദിനെ കൊണ്ടുണ്ടായ ഗതിയേടാ. ഇവനവിടെ 40 ചെന്നു, 40 ദ്വാരക്കാൻ ചെന്നു. ആ വീട്ടിലെ പെണ്ണിൻ്റെ ഉപ്പയാണ് മരിച്ചിരിക്കുന്നത്. അവിടെ ചെന്നു നോക്കുമ്പോൾ ഇവൻ ചെന്നപ്പോൾ എല്ലാ നാട്ടിലുള്ള മഹലിലുള്ള ഉസ്താദ്മാരൊക്കെ വരുമ്പോൾ ഇവനും വേറെ ചങ്ങായി അവിടെ ഉണ്ട്. ഓരെല്ലാവരും റോട്ടുമ്പോൾ നിന്നും ഇറങ്ങി വന്നില്ല. ഇവൻ്റെ കഴിഞ്ഞ് പോട്ടെ വിചാരിച്ച് ഇവൻ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവന് ചായയും വെള്ളം എടുത്ത് കൊടുക്കാൻ ആരുമില്ല. കാരണം ഇവൻ്റെ ആരും അവിടെ ഇല്ല. എന്നിട്ട് അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടാണ് നൗഷാദും ഓൻ്റെ ഒപ്പമുള്ള സിംഗടിയും അവിടുന്ന് തിരിച്ചു പോയത്. വയനാട്ടിൽ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചൊരു സംഭവമാണ് ഞാനീ പറയുന്നത്. മരിച്ച പേരിൽ 40 പോയപ്പോൾ ചെന്നതാണ്. അപ്പോൾ ഈ യൂട്യൂബിലോ എവിടുന്നോ കേട്ടുകാണ്ട് ആ വീട്ടുകാരൻ്റെ ഈ മകളും അതുപോലെ തന്നെ മകനും ഇവൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഇവനെ സ്നേഹിച്ചിരുന്നു. ഉണ്ടായത് ചോറും കൂടി കൊടുക്കാനോ ആളില്ലാതെ അവിടുന്ന് പോയി ഹോട്ടലിൽ നിന്ന് തിന്ന് പോകേണ്ടി വന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പേരിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ഈ മകളും മരുമകനും ഭയങ്കര കച്ചറുണ്ടാക്കി. മൂത്ത മരുമകനെ അടിച്ചു, കണ്ണ് പൊട്ടിച്ചു, ഇങ്ങനെ പല പരിക്കുകളുണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നതാണ്. ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്? ഈ നൗഷാദ് പോയിട്ടുണ്ടായൊരു കേസത്. ഓലെ പോയി ഇതൊന്നും അറിയില്ല എന്നാ, ഇതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല എന്നാ. എന്താട്ടിട്ട് കാര്യം? ഒരു കൊട്ട റൗസ് തിന്നണോന് ലുറാത്ത് പപ്പടായിട്ട് അവൻ കാണുള്ളൂ. ആ രൂപത്തിലാണ് ആരുള്ളത്? നൗഷാദും വട്ടൂരികളും ഉള്ളത്. അപ്പോൾ ആയതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത്രയും തറയായി എന്ത് ചെയ്തിട്ടുണ്ട്? നൗഷാദും കൂട്ടരും മാറി എന്നാണ് പറയാനുള്ളത്.